Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Ma'am. Good afternoon, ma'am. Okay, എല്ലാവർക്കും good afternoon. എല്ലാവരും ഊണൊക്കെ കഴിച്ചാ? Okay, സജിന. Good afternoon, ma'am. Okay, good afternoon. Okay, നന്ദിനി. കേട്ടോ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ഓക്കെ ആണോ? റെഡിയാണോ എല്ലാവരും? റെഡിയാണ്. ഓക്കെ, ശരണ്യ, ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ ഫുഡ് ഇപ്പൊ തന്നെ കഴിച്ചു കഴിഞ്ഞുള്ളൂ. തുടങ്ങാം കേട്ടോ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ബ്ലഡ് ബാങ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു കേട്ടോ. ബ്ലഡ് ബാങ്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ പുതിയൊരു ചാപ്റ്റർ ജസ്റ്റ് ഇത് തുടങ്ങി വെച്ചിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, ഏതായിരുന്നു ചാപ്റ്ററിന്റെ പേര്? നോട്ട് ചെയ്തല്ലോ, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ കേട്ടോ. ചാപ്റ്റർ നമ്പർ 9 ആണ് കേട്ടോ. 9ാമത്തെ PDF കാണാൻ പറ്റുന്നില്ലേ? കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഷെയർ ആണല്ലോ, ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സ്ക്രീൻ കുറച്ച് വലുതാക്കിയിട്ടുണ്ട്. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ചാപ്റ്റർ നമ്പർ 9 ആണ്. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് അത് വായിച്ചൊന്നുമില്ല, പക്ഷെ നമ്മുടെ നോസോകോമിയൽ ഇൻഫെക്ഷനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ എല്ലാവരുടെ മനസ്സിലുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നോസോകോമിയൽ ഇൻഫെക്ഷൻ നമ്മളൊന്ന് ജസ്റ്റ് പറയാണ്. നോസോകോമിയൽ അതായത് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ആണ്. അതിനെ പറയുന്ന മറ്റൊരു പേരാണിത് നോസോകോമിയൽ ഇൻഫെക്ഷൻ. നോസോകോമിയൽ ആ പേരിലാണ് നമ്മൾ കൂടുതലും പറയുക കേട്ടോ, നോസോകോമിയൽ ഇൻഫെക്ഷൻ. ഓക്കെ, അപ്പോ ആദ്യം തന്നെ ആ വേർഡ് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞു. ഈ നോസോകോമിയോൺ, നോസോകോമിയൽ എന്ന് പറയുന്ന വാക്ക് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് നോസോകോമിയോൺ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് കേട്ടോ. അതിന്റെ മീനിങ് ഹോസ്പിറ്റൽ എന്നാണ് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ഇങ്ങനെയാണ് ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. സാധാരണ ഹോസ്പിറ്റൽ അക്വയർഡ് ആണ്. നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന ഒരു അണുബാധയാണ്. അതായത് എന്തെങ്കിലും രോഗങ്ങൾ, അസുഖങ്ങളൊക്കെ വരുമ്പോൾ രോഗികൾ ഹോസ്പിറ്റലിൽ പോവുകയും രോഗികൾ ഹോസ്പിറ്റലിൽ പ്രവേശിക്കുന്ന സമയത്തൊന്നും അവർക്ക് യാതൊരു കുഴപ്പവും ഉണ്ടായിരിക്കില്ല. പക്ഷെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവുമ്പോൾ അവരുടെ ശരീരത്തിലേക്ക് ഹോസ്പിറ്റലിൽ നിന്നും അണുബാധ ഉണ്ടാവുകയാണ് അല്ലെ. അണുബാധ അവരുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയും പിന്നീട് അതൊരു ഇൻഫെക്ഷൻ ആയിട്ട് മാറുന്ന ഒരു അവസ്ഥയാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അത് സാധാരണ നമുക്ക് അസുഖം വരുമ്പോൾ ചികിത്സിക്കാനായിട്ട് പോകുന്ന സ്ഥലമാണ് ഹോസ്പിറ്റൽ അല്ലെ. അവിടെ പോയിട്ട് അവിടെ നിന്ന് ഇൻഫെക്ഷൻ കിട്ടുന്ന ഒരു അവസ്ഥ. അതുകൊണ്ടാണ് ആ പേര് ഹോസ്പിറ്റൽ അക്വയർഡ് എന്ന് പറയാൻ കാരണം കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള കേസുകൾ ഉണ്ടാവുന്നുണ്ട്, പക്ഷെ അധികം പുറത്തേക്ക് റിപ്പോർട്ട് ചെയ്യാറില്ല. പിന്നെ മറ്റൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെയാണ് ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻ നമ്മൾ പൊതുവെ സമയം വെച്ചിട്ടാണ് പറയുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സാധാരണ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് 3 ദിവസങ്ങൾക്ക് ശേഷമാണ്, 3 ദിവസമല്ല 48 മണിക്കൂറിന് ശേഷമാണ് ഇത്തരം രോഗലക്ഷണങ്ങൾ ഉണ്ടാവുന്നതെങ്കിൽ അത് നോസോകോമിയൽ ഇൻഫെക്ഷൻ ആണെന്ന് പറയാം കേട്ടോ. ക്ലിയർ. പിന്നെ മറ്റൊരു കേസ് പറയുന്നത് എന്താന്ന് വെച്ചാല് ഈ ഹോസ്പിറ്റലിൽ വിടുന്നത് വരെ, അവിടെ നിന്ന് വിടുന്നത് വരെ അവർക്ക് യാതൊരു ലക്ഷണങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരിക്കില്ല. അവര് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തി ചിലപ്പോൾ ഒരു 3 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത്തരം രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നതെങ്കിലും അതിന് നമുക്ക് നോസോകോമിയൽ ഇൻഫെക്ഷൻ ആയിട്ട് കണക്കാക്കാം. സമയം വെച്ചിട്ടാണ് നമ്മൾ അത് പൊതുവെ പറയുന്നത് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു ഇപ്പൊ ഈ സർജറി കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസ് ഒക്കെയാണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ സർജിക്കൽ സൈറ്റിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകാം. ചിലപ്പോൾ അവിടെ പഴുപ്പ് വരാം, വേദന ഉണ്ടാവാം, അതിനെ തുടർന്ന് പനി വരിക അല്ലെ. അതൊരു 30 ദിവസങ്ങൾക്കുള്ളിലാണെങ്കിൽ കൂടിയും അതിനെ നമുക്ക് നോസോകോമിയൽ ഇൻഫെക്ഷൻ ആയിട്ട് കണക്കാക്കാം.
പിന്നെ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് ഈ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ തന്നെ ഓട്ടോമാറ്റിക് അല്ല നാച്ചുറൽ ആയിട്ടുള്ള ധാരാളം ഓക്കെ പ്രസീത ഗുഡ് ആഫ്റ്റർനൂൺ. അതായത് നമ്മുടെ ശരീരത്തിൽ തന്നെ ഇത്തരം അണുക്കളെ പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ബാരിയേഴ്സ്, തടസ്സങ്ങൾ നമ്മുടെ ശരീരത്തിനകത്ത് തന്നെയുണ്ട് അല്ലെ. നമ്മുടെ ശരീരത്തിലുണ്ട്. ഏറ്റവും നല്ല എക്സാമ്പിൾ എന്താ, നമ്മുടെ സ്കിന്നാണ് അല്ലെ. സ്കിൻ ഒരു നാച്ചുറൽ ബാരിയർ ആണ്. പക്ഷെ എന്ത് സംഭവിക്കുകയാണ്, നമ്മൾ ഹോസ്പിറ്റലൊക്കെ പിന്നെന്താണ്, നമ്മൾ ഹോസ്പിറ്റലിൽ പ്രവേശിക്കുന്ന സമയത്ത് നമുക്കറിയാം നമ്മൾ ഇഞ്ചക്ഷൻസ് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ നമ്മൾ കാനുല ഘടിപ്പിക്കുന്നുണ്ട്, കത്തീറ്ററുകൾ പ്രവേശിപ്പിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിലൂടെ. അപ്പൊ എന്ത് സംഭവിക്കും, ഇങ്ങനെയുള്ള നാച്ചുറൽ ബാരിയറുകളെയൊക്കെ നമ്മൾ തടസ്സപ്പെടുത്താണ് അല്ലെ. അതിലൂടെ നമ്മുടെ ശരീരത്തിനകത്തേക്ക് നമ്മുടെ ട്യൂബുകൾ വയ്ക്കുക, അല്ലെങ്കിൽ കത്തീറ്ററുകൾ ഘടിപ്പിക്കുക, കാനുല ഘടിപ്പിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇത്തരം ട്യൂബുകളിലൂടെ പുറത്തു നിന്നുള്ള അണുക്കള് ശരീരത്തിനകത്തോട്ട് പ്രവേശിക്കപ്പെടുകയാണ്. അങ്ങനെയാണ് കൂടുതലും ഈ പറയുന്ന നോസോകോമിയൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നത്. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർക്കുക, നമ്മുടെ പല പല കാരണം, ഇപ്പൊ പുറത്തു നിന്നുള്ള അണുക്കൾ മൂലം നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവാം. അതുകൂടാതെ നമ്മുടെ ശരീരത്തിനകത്ത് തന്നെ പല വിധത്തിലുള്ള ബാക്ടീരിയകള്, വൈറസുകളൊക്കെ നമ്മുടെ ശരീരത്തിനകത്ത് തന്നെ വസിക്കുന്നുണ്ട്. ഓക്കെ, അതിന്റെ അളവ് ക്രമാതീതമായിട്ട് വർദ്ധിച്ചു കഴിഞ്ഞാലും ഈ പറയുന്ന നോസോകോമിയൽ ഇൻഫെക്ഷൻ ഉണ്ടാകാം. മനസ്സിലായോ? നമ്മളത് എക്സോജനിക് ആയിട്ടും എൻഡോജനിക് ആയിട്ടും നമ്മൾ പറയും. എന്നുവെച്ചാൽ പുറത്തു നിന്ന് വരുന്ന അണുബാധകൾ നമ്മൾ എക്സോജീനിയസ് ആണെന്ന് പറയും. എൻഡോജീനിയസ് എന്ന് പറയുന്നത് ശരീരത്തിനകത്ത് തന്നെ, നമ്മുടെ ശരീരത്തിനകത്ത് നമ്മൾ എന്താണ് ചെറിയ രീതിയിലുള്ള ബാക്ടീരിയകൾ, വൈറസുകളൊക്കെ ഉണ്ട്. ഓക്കെ, പക്ഷെ അതിന്റെ അളവ് വല്ലാതെ വർദ്ധിച്ചൊക്കെ വന്ന സമയത്ത് ഈ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് അവിടെ കൂടുതലാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കാം. അത് തന്നെയാണ് അവിടെ പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്കിലും ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്തതെന്ന് മാത്രം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് വായിക്കാം. ഇൻട്രൊഡക്ഷൻ ആദ്യം വായിക്കാം കേട്ടോ. നോക്കുക, അവിടെ കുറച്ച് പോയിന്റുകളൊക്കെ ഉണ്ട് പഠിക്കാനായിട്ട്. എ ഹോസ്പിറ്റൽ അക്വയേർഡ് ഇൻഫെക്ഷൻ ഈസ് ആൾസോ നോൺ ആസ് എ നോസോകോമിയൽ ഇൻഫെക്ഷൻ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് കേട്ടോ, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. A hospital acquired infection is also known as എന്താണ് പറയുന്നത്, നോസോകോമിയൽ ഇൻഫെക്ഷൻ. എന്താണ് പറയാ, നോസോകോമിയൽ ഇൻഫെക്ഷൻ. ഓക്കെ, ബ്രാക്കറ്റിൽ പറയുന്നുണ്ട് ഇവിടെ നിന്നാണ് ആ ഒരു വേർഡ് ഒറിജിനേറ്റ് ചെയ്ത് വന്നത്. ഓക്കെ, അതും നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. The word nosocomial is derived from the Latin word nosocomion. കേട്ടോ, ലാറ്റിൻ വാക്കായിട്ടുള്ള നോസോകോമിയോൺ എന്ന വാക്കിൽ നിന്നുമാണ് നോസോകോമിയല് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ മീനിങ് എന്താണ്, വിച്ച് മീൻസ് ഹോസ്പിറ്റൽ എന്നാണ് അതിന്റെ മീനിങ്. ഹോസ്പിറ്റൽ എന്നാണ് കേട്ടോ. ക്ലിയർ? ഓക്കെ, ദ വേർഡ് നോസോകോമിയൽ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് നോസോകോമിയോൺ വിച്ച് മീൻസ് ഹോസ്പിറ്റൽ. അതിന്റെ അർത്ഥം എന്താണ്, ഹോസ്പിറ്റൽ എന്നാണ് കേട്ടോ. നോട്ട് ചെയ്ത് വെക്കണം. It is an infection that is acquired in a hospital or other health care facility. It is also called health care associated infection. എത്ര പേരുകൾ നമ്മൾ പഠിച്ചു അല്ലെ. ഈ ഒരു ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്ന് മാത്രമല്ല, മറ്റു പല ഹെൽത്ത് കെയർ ഫെസിലിറ്റികൾ, ഹോസ്പിറ്റലിൽ മാത്രം നമുക്ക് പറയാൻ പറ്റില്ല, ക്ലിനിക്കുകളുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള എന്താ പറയാ ഈ പറയുന്ന ഹെൽത്ത് കെയർ ഫെസിലിറ്റികളുണ്ട്, ലാബുകളുണ്ട് അല്ലെ. ഇങ്ങനെയുള്ള ഏത് ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ നിന്നും ഈ പറയുന്ന ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാം അല്ലെ. അപ്പൊ അതുകൊണ്ട് നമുക്കതിനെ എങ്ങനെയും പറയാം, ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്ന് നമുക്കതിനെ വിളിക്കാം. ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, ഹോസ്പിറ്റലിൽ പോലെയുള്ള മറ്റു പല ഹെൽത്ത് കെയർ ഫെസിലിറ്റികൾ അല്ലെ, നമ്മൾ ഈ പറയുന്ന എന്താ പറയുക ക്ലിനിക്കുകള്, അല്ലെങ്കിൽ ജെറിയാട്രിക് സെന്ററുകള് അല്ലെ, ആംബുലേറ്ററി കെയർ സെന്ററുകള്, ഓക്കെ, ഈ ലാബുകള്, ഇങ്ങനെയുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റികളിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും ഈ പറയുന്ന ഇൻഫെക്ഷൻ ഉണ്ടാകാം. അതുകൊണ്ട് അതിന്റെ പേര് നമുക്ക് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്ന് പറയും. അപ്പൊ 3 പേരുകൾ നമ്മൾ പഠിച്ചു കേട്ടോ. ഏതൊക്കെയാണ്? ഒന്ന് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ, 2 നോസോകോമിയൽ ഇൻഫെക്ഷൻ, 3 എന്താണ് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ. അങ്ങനെ 3 പേരുകളിൽ ഇത് അറിയപ്പെടുന്നു. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ. Such an infection may be acquired in hospitals, rehabilitation centers, nursing homes, outpatient clinics, diagnostic laboratories,
or other clinical settings. നമ്മൾ പറഞ്ഞല്ലോ ഹോസ്പിറ്റലിൽ മാത്രമല്ല അല്ലെ, ഈ പറയുന്ന മറ്റു പല ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, റീഹാബിലിറ്റേഷൻ സെന്ററുകള്, നഴ്സിംഗ് ഹോംസുകള്, ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകള്, ലാബുകള്, അങ്ങനെയുള്ള ഏത് ഫെസിലിറ്റികളിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകാം. ഓക്കെ, ഇനി ഇൻഫെക്ഷൻ ഈസ് സ്പ്രെഡ് ടു ദ അഫക്റ്റഡ് പേഷ്യന്റ് ഇൻ ദ ക്ലിനിക്കൽ സെറ്റിംഗ് ബൈ മെനി മീൻസ്. അതായത് പല രീതികളെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞു അല്ലെ. നാച്ചുറൽ ആയിട്ടുള്ള ബാരിയറുകൾ ഉണ്ട്, പക്ഷെ നമ്മൾ ഹോസ്പിറ്റലിൽ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലൂടെയൊക്കെ കയറ്റുന്ന ട്യൂബുകള് അല്ലെങ്കിൽ കത്തീറ്ററുകള്, അതെ, ഇതിലൂടെയൊക്കെയാണ് അണുക്കൾ നമ്മുടെ ശരീരത്തിനകത്ത് പ്രവേശിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് അതൊരു പേഷ്യന്റിലോട്ട്, നമ്മുടെ ശരീരത്തിലോട്ട് പല രീതിയിലും പ്രവേശിക്കപ്പെടാമെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെന്താണ്, ഹെൽത്ത് കെയർ സ്റ്റാഫ് ആൾസോ സ്പ്രെഡ് ഇൻഫെക്ഷൻ. ഇനി നമ്മൾ ഈ പറയുന്ന പോലെ ഹെൽത്ത് കെയർ സ്റ്റാഫുകളും ഈ പറയുന്ന ഇൻഫെക്ഷൻസിന് സ്പ്രെഡ് ചെയ്യും. നമ്മൾ വിചാരിക്കുന്ന പോലെ പേഷ്യൻസിന് മാത്രമല്ല ഈ അസുഖം ഉണ്ടാവാം. ഓക്കെ, ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഉണ്ടാവും, ഡോക്ടേഴ്സിന് ഉണ്ടാകാം, അല്ലെങ്കിൽ മറ്റു പല മെഡിക്കൽ സ്റ്റാഫുകൾക്കും ഒക്കെ ഈ പറയുന്ന അസുഖം ഉണ്ടാകാം എന്നാണ് പറയുന്നത്. അപ്പൊ അവരിലൂടെയും എന്തിലേക്ക് വരാം, പേഷ്യൻസിലോട്ട് പ്രവേശിക്കാം. അല്ലാണ്ട് വരുന്ന രോഗികൾക്ക് മാത്രമല്ല ഈ അസുഖം വരുന്നത്, രോഗത്തെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സിനോ മറ്റു പല മെഡിക്കൽ സ്റ്റാഫുകൾക്ക് ആർക്ക് വേണമെങ്കിലും ഈ പറയുന്ന ഇൻഫെക്ഷൻസ് ഉണ്ടാകാം. അവരിലൂടെയും ഇതെന്ത് ചെയ്യാം, പേഷ്യൻസിലോട്ട് സ്പ്രെഡ് ചെയ്യപ്പെടാം. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഹെൽത്ത് കെയർ സ്റ്റാഫ് ആൾസോ സ്പ്രെഡ് ഇൻഫെക്ഷൻ besides to contaminated equipment, bed linens or air droplet. കേട്ടോ, ഇവിടെ എയർ ഡ്രോപ്ലെറ്റ് എന്നാണ്. അതുപോലെ തന്നെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മലിനമായിട്ടുള്ള എക്യുപ്മെന്റ്സുകള്, അല്ലെങ്കിൽ നമ്മുടെ ബെഡ് ലിനൻസ്, തുണിത്തരങ്ങള്, അല്ലെങ്കിൽ മറ്റുള്ള എയർ ഡ്രോപ്ലെറ്റ്സുകള്. അതായത് നമുക്കറിയാം മനുഷ്യർ സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ അവർ ചുമക്കുമ്പോഴും അല്ലെ തുമ്മുമ്പോഴും മറ്റുമൊക്കെ ആയിട്ട് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ശരീര സ്രവങ്ങൾ എവിടേക്ക് വരുന്നുണ്ട്, നമ്മുടെ എയറിലോട്ട് വരുന്നുണ്ട് അല്ലെ. അപ്പൊ എയറില് ഇതെന്ത് ചെയ്യും, ഈ ഡ്രോപ്ലെറ്റ്സുകൾ തങ്ങി നിൽക്കുകയും അതില് അണുക്കൾ ഉണ്ടെങ്കിൽ അതിലൂടെയും മറ്റു പല ആളുകൾക്ക് ഈ ഒരു അസുഖം, ഈ ഒരു ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലെ. ഓക്കെ, the staff who are infected or in some cases the source of the infection cannot be ascertained. ചിലപ്പോഴൊക്കെ നമുക്ക് എവിടെ നിന്നാണ് ഈ ഒരു ഇൻഫെക്ഷന്റെ സോഴ്സ് എവിടെ നിന്നാണെന്ന് പോലും ഒരുപക്ഷെ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അസർട്ടൈൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. പോസിബിലിറ്റീസ് ആണ് നമ്മൾ പറഞ്ഞത്. അതായത് മെഡിക്കൽ സ്റ്റാഫുകളിൽ നിന്ന് ഇത് സ്പ്രെഡ് ചെയ്യപ്പെടാം, അതുപോലെ ഡ്രോപ്ലെറ്റ്സുകൾ വഴിയായിട്ട് സ്പ്രെഡ് ചെയ്യപ്പെടാം, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകളിലൂടെ സ്പ്രെഡ് ചെയ്യപ്പെടാം, ബെഡ് ലിനൻസിലൂടെ, ലൗണ്ടറി ലിനൻസിലൂടെ സ്പ്രെഡ് ചെയ്യപ്പെടാം. അങ്ങനെയൊക്കെ പല ചാൻസസുകൾ ഉണ്ട്. പക്ഷെ പലപ്പോഴും നമുക്ക് ചില സാഹചര്യങ്ങളിലെങ്കിലും ഈ പറയുന്ന ഇൻഫെക്ഷന്റെ സോഴ്സ് എവിടെ നിന്നാണെന്ന് കൃത്യമായിട്ട് നമുക്ക് ഒരിക്കലും അസർട്ടൈൻ ചെയ്യാൻ ചിലപ്പോ കഴിഞ്ഞെന്ന് വരില്ല. ഓക്കെ, അപ്പൊ നോക്കുക, ഈ സർട്ടൈൻ കേസസ് ചില സാഹചര്യങ്ങളിൽ നോക്കിയേ, ദ മൈക്രോ ഓർഗാനിസംസ് എമർജസ് from the patient's own skin, becoming opportunistic after surgery. നേരത്തെ ഞാനൊരു കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ, എക്സോജീനിയസ് ആയിട്ട് മാത്രമല്ല, ചിലപ്പോഴൊക്കെ നമ്മുടെ ശരീരത്തിനകത്ത് തന്നെ വസിക്കുന്ന മൈക്രോ ഓർഗാനിസംസുകൾ മൂലവും നമുക്ക് ഈ പറയുന്ന ഇൻഫെക്ഷൻ ഉണ്ടാവാം. നമ്മൾ പുറത്തുനിന്ന് മാത്രം ലഭിക്കുന്നു എന്ന് ചിന്തിക്കരുത്. നമ്മുടെ ശരീരത്തിനകത്ത് എന്തുണ്ട്, ഈ ചെറിയ രീതിയിലുള്ള ബാക്ടീരിയകള്, ഫംഗസുകള്, വൈറസുകളൊക്കെ നമ്മുടെ ശരീരത്തിനകത്ത് വസിക്കുന്നുണ്ട്. അപ്പൊ ചില സിറ്റുവേഷൻസ് വരുമ്പോ അതിന്റെ അളവ് ക്രമാതീതമായിട്ട് വർദ്ധിക്കാം. അങ്ങനെയും ഈ പറയുന്ന ഇൻഫെക്ഷൻ ഉണ്ടാവും. അതാണ് പറഞ്ഞിട്ട് സർജറി ഒക്കെ കഴിഞ്ഞിട്ടുള്ള സാഹചര്യങ്ങളില് നമ്മൾ എത്ര കെയർ കൊടുത്താലും ഒരുപക്ഷെ നമ്മുടെ ശരീരത്തിൽ ചിലപ്പോ അണുക്കൾ മൂലം എന്ത് സംഭവിക്കാം, അണുബാധ ഉണ്ടാകാം. ഓക്കെ, പിന്നെന്താണ്, നോസോകോമിയൽ ഇൻഫെക്ഷൻ ഷോസ് എ ടെൻഡൻസി ടു ലാക്ക് പ്രൂഫ് ദാറ്റ് ഇറ്റ് വാസ് പ്രസന്റ് when the patient got into the healthcare setting, thus meaning it was acquired post admission. അതായത് പലപ്പോഴും ഒരു ഹോസ്പിറ്റലില് പ്രവേശിക്കുന്നതിന് മുൻപായിട്ട് ഇത്തരം ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതിനുള്ളൊരു തെളിവില്ല. അതുകൊണ്ടാണ് പൊതുവെ എന്ത് പറഞ്ഞത്, ഹോസ്പിറ്റലിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് വരെ അവർക്ക് ഈ പറയുന്ന ഇൻഫെക്ഷൻസുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നതായിട്ട് യാതൊരു തെളിവുകളും ഇല്ല. പിന്നെ എപ്പോഴാണ് ഈ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്, ഹോസ്പിറ്റലിൽ പ്രവേശിച്ചതിന് ശേഷമാണ്. അതുകൊണ്ടാണ് അതിന്റെ പേര് ഹോസ്പിറ്റൽ അക്വയേർഡ്, ഹോസ്പിറ്റലിൽ നിന്നും ആർജിക്കുന്ന, ഹോസ്പിറ്റലിൽ നിന്നും ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ എന്ന് പേര് വരാനുള്ള കാരണം. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ നിങ്ങൾ അവിടെ നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റ് ഇതാണ്,
ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ പറയുന്ന മറ്റു പേരുകള് നോസോകോമിയൽ ഇൻഫെക്ഷൻ അഥവാ ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്ന് പറയാം. പിന്നെ നോസോകോമിയം എന്ന വാക്ക് ഇവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്ത് വന്നത്. നോസോകോമിയം എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ്. അതിന്റെ മീനിങ്ങും നിങ്ങൾ പഠിച്ചു വെക്കുക. മീനിങ് എന്താണ്? നോസോകോമിയം എന്ന ലാറ്റിൻ വേർഡിന്റെ മീനിങ് ഹോസ്പിറ്റൽ എന്നാണ് കേട്ടോ. ഓക്കെ, ഇത്രയും നമ്മൾ അവിടെ മനസ്സിലാക്കാനായിട്ട് കേട്ടോ. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിച്ചു നോക്കിയേ. നിങ്ങൾ വായിച്ചു നോക്കിയേ. വായിച്ചോ എല്ലാവരും? ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ ആണോ? ഓക്കെ, അടുത്തത് നോക്കാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് വാട്ട് ആർ ദ സിംറ്റംസ് ഓഫ് നോസോകോമിയം ഇൻഫെക്ഷൻസ് കേട്ടോ. നോസോകോമിയൽ ഇൻഫെക്ഷൻസിന്റെ സിംറ്റംസുകൾ എന്തൊക്കെയാണ് അതിലേക്ക് വരുന്നുള്ളൂ കേട്ടോ. അതിനു മുമ്പ് കുറച്ച് പോയിന്റുകൾ അവിടെ പറയാനുണ്ട്. അതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പറഞ്ഞു നോസോകോമിയൽ ഇൻഫെക്ഷൻ സാധാരണ സമയം വെച്ചിട്ടാണ്, ടൈം വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലെ. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. HAI എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്നാണ് കേട്ടോ. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് അങ്ങനെ നീട്ടി എഴുതുന്നില്ല, ചിലപ്പോൾ HAI എന്നാണ് കാണാം. അപ്പൊ HAI കാണുന്നത് എന്താണെന്ന് വിചാരിക്കരുത്, അത് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ആണ് കേട്ടോ. അപ്പൊ നോക്കാം. For a HAI the infection must arise. കണ്ടോ, എപ്പോഴൊക്കെയാണ് ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നത്? നോട്ട് ചെയ്ത് വെക്കാൻ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. up to 48 hours after hospital admission. കണ്ടോ, ഹോസ്പിറ്റൽ അഡ്മിഷൻ എടുത്ത് 48 മണിക്കൂറിന് ശേഷം ഇത്തരം ഇൻഫെക്ഷൻസുകൾ ഉണ്ടാകാം കേട്ടോ. പിന്നെ എന്താണ് പറയുന്നത്? up to 3 days after discharge. up to 3 days after discharge. ഡിസ്ചാർജിന് ശേഷം, ഡിസ്ചാർജ് ചെയ്ത് 3 ദിവസങ്ങൾക്ക് ശേഷവും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ ഉണ്ടാകാം. ഓക്കെ, രണ്ട് സമയങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പൊ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് 48 മണിക്കൂറിന് ശേഷമാകാം, അതും അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞ് 3 ദിവസങ്ങൾക്ക് ശേഷമാകാം. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്? ഇൻ എ ഹെൽത്ത് കെയർ ഫെസിലിറ്റി വെൻ someone was admitted for the reasons except for the infection. അതായത് ഇൻഫെക്ഷൻ ഒഴികെയുള്ള കാരണങ്ങൾ കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന ആളുകളിൽ നിന്നും ഈ പറയുന്ന ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ വരുന്ന ആളുകളിൽ നിന്നും ഈ പറയുന്ന ഇൻഫെക്ഷൻസ് ഉണ്ടാകും. അത് സമയമല്ല പറയുന്നത്, ഇൻഫെക്ഷൻ ഒഴികെയുള്ള കാരണം. അതായത് എല്ലാവരും ഇൻഫെക്ഷൻ വന്നിട്ടാണല്ലോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത്. ചില ആളുകൾ സർജറിക്ക് വരുന്നുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറി സംഭവിച്ച് ഹോസ്പിറ്റലിൽ പ്രവേശിക്കപ്പെടാം. അങ്ങനെയൊക്കെ ട്രീറ്റ്മെന്റ് എടുക്കാനൊക്കെ ആയിട്ട് ആളുകൾ വരുന്നുണ്ട് അല്ലെ. അങ്ങനെ ഇൻഫെക്ഷൻ ഒഴികെയുള്ള കാരണങ്ങൾ കൊണ്ട്, ഇപ്പൊ സർജറിയുടെ ആവശ്യത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറിയുടെ ഭാഗമായിട്ടോ അങ്ങനെയൊക്കെ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ വരുന്ന ആരിൽ നിന്ന് വേണമെങ്കിലും ഈ പറയുന്ന ഇൻഫെക്ഷൻസ് ഉണ്ടാവാം. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, മെഡിക്കൽ സ്റ്റാഫുകളിൽ നിന്നും ഉണ്ടാവാം അല്ലെ. പേഷ്യൻസിന് മാത്രമല്ല, മെഡിക്കൽ സ്റ്റാഫുകളിൽ നിന്നും ഈ പറയുന്ന ഇൻഫെക്ഷൻസ് ഉണ്ടാവാം കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി അടുത്തത് നോക്കി, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അടുത്തത് ദ മോസ്റ്റ് കോമൺ ടൈപ്സ് ഓഫ് HAIs ആണ്. ഇനി പൊതുവെ കണ്ടുവരുന്ന ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് എന്തൊക്കെയാണ്? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ്, പൊതുവെ കണ്ടുവരുന്ന ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഏതൊക്കെയാണെന്ന് നോക്കിയേ. ഫസ്റ്റ് വൺ പറയുന്നത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് അഥവാ UTIs. അതൊരു ഷോർട്ടാക്കി പറഞ്ഞതാണ്, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്. ശരിക്കും പറഞ്ഞാൽ വൺ ഓഫ് ദ
മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ കോമൺ ടൈപ്പ് ഓഫ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷന്റെ എക്സാമ്പിൾ ആണ് UTI, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മൂത്രത്തിലെ പഴുപ്പൊക്കെ വളരെ സിവിയർ ആവുന്ന അവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ട്യൂബുകൾ കയറ്റേണ്ടതായിട്ട് വരും, കത്തീറ്ററുകളൊക്കെ പ്രവേശിപ്പിക്കേണ്ടതായിട്ട് വരും. അതിലൂടെ ഈ പറയുന്ന പോലെ ഇൻഫെക്ഷൻ വരാനുള്ള ഭയങ്കരമായ ഒരു ചാൻസ് അവിടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഒക്കെ പൊതുവെ എന്തിൽ വരുന്നതാണ്, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസിൽ വരുന്നതാണ്. ഓക്കെ, പൊതുവെ കണ്ടുവരുന്നതാണ്. പിന്നെ വരുന്നതാണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ്, സർജറി കഴിഞ്ഞ ഭാഗത്തുണ്ടാകുന്ന ഇൻഫെക്ഷൻസ് അല്ലെ. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ടാവും അല്ലെ. സർജറി ഒക്കെ കഴിഞ്ഞ ഭാഗങ്ങളിൽ പഴുപ്പ് വരിക, പസ് ഫോം ചെയ്യുക, പെയിൻ വരിക, അതിനെ തുടർന്ന് പനി വരിക അല്ലെ. അങ്ങനെയൊക്കെ വരാറുണ്ട്. ഈ സിസേറിയനൊക്കെ കഴിയുന്ന പേഷ്യൻസിന്, ഇപ്പൊ നോർമൽ ഡെലിവറി തന്നെ കഴിയുന്ന സ്ത്രീകൾക്കാണെങ്കിൽ സ്റ്റിച്ചൊക്കെ പഴുക്കാറുണ്ട് അല്ലെ. ചിലപ്പോൾ വളരെ റയർ കേസിലാണ് കേട്ടോ പഴുപ്പ് വരിക അല്ലെ. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് വരിക അല്ലെ. അതൊരു ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസിൽ വരുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് ഗ്യാസ്ട്രോ എൻറ്ററൈറ്റിസ്. ഗ്യാസ്ട്രോ എൻറ്ററൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾക്ക് വേണമെങ്കിൽ സ്റ്റൊമക് ഫ്ലൂ എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ. സ്റ്റൊമക് ഫ്ലൂ അല്ലെ. ദാറ്റ് മീൻസ് ഈ മലിനമായിട്ട് വരുന്ന, അതായത് ഗ്യാസ്ട്രിക് പ്രോബ്ലംസുകള് അല്ലെ, അബ്ഡോമിനൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസുകള്, ഇതൊക്കെ പൊതുവെ എന്താണ്, പൊതുവെ കണ്ടുവരുന്ന ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് ആണ് കേട്ടോ. ഓക്കെ, അതുപോലെ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നമുക്ക് ലൂസ് മോഷൻ അല്ലെങ്കിൽ ഡയറിയ അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ വരില്ലേ, അതൊക്കെ എന്താണ്, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് ആണ്, കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് മെനിഞ്ചൈറ്റിസ്. മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, ഇറ്റ് ഈസ് ദ ഇൻഫ്ലമേഷൻ ഓഫ് ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ആണ് കേട്ടോ. ദാറ്റ് ഈസ് കോസ്ഡ് ബൈ ദ ഇൻഫെക്ഷൻ മൂലം ഉണ്ടാകുന്ന ബ്രെയിൻ, നമുക്കറിയാം മെനിഞ്ചസ്. മെനിഞ്ചസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ, അതുപോലെ തന്നെ നമ്മുടെ സ്പൈനൽ കോഡ് ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് സുഷുമ്ന എന്നൊക്കെ പറയും, അതിനെയൊക്കെ കവർ ചെയ്യുന്ന ഒരു മെംബ്രെയിൻ ആണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. ഈ മെനിഞ്ചസിനകത്ത് ഒരു ദ്രാവകമുണ്ട്. ഓക്കെ, ഈ പറയുന്ന CSF പോലുള്ളൊരു ദ്രാവകമുണ്ട്. നമുക്ക് വേണ്ട. മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മെംബ്രെയിൻ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ ആണ് കേട്ടോ. ഓക്കെ, അതായത് മെനിഞ്ചൈറ്റിസ്, ഇൻഫ്ലമേഷൻ, വീക്കം എന്നൊക്കെ നമ്മൾ പറയും കേട്ടോ. ഇൻഫ്ലമേഷൻ ഓഫ് ദ ബ്രെയിൻ ആൻഡ് ഈ പറയുന്ന സ്പൈനൽ കോഡ് കേട്ടോ. ഓക്കെ, അതായത് ഈ സ്പൈനൽ കോഡ് അതുപോലെ നമ്മുടെ ബ്രെയിൻ അതിനെയൊക്കെ കവർ ചെയ്യുന്ന ഒരു മെംബ്രെയിൻ ഉണ്ട്. ഓക്കെ, അതാണ് ഈ മെനിഞ്ചസ് എന്ന് പറയുന്നത്. ഈ മെനിഞ്ചസിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ ആണ് കേട്ടോ മെനിഞ്ചൈറ്റിസ് എന്നാണ് ഇതിനെ പറയുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് ന്യൂമോണിയ ആണ് കേട്ടോ. ന്യൂമോണിയ ഏതിനെ ബാധിക്കുന്ന അസുഖമാണ്? ലങ്സിനെ ബാധിക്കുന്നതാണ് അല്ലെ. നമ്മുടെ ശ്വാസകോശത്തിന് വരുന്ന അസുഖമാണ് അല്ലെ ന്യൂമോണിയ എന്ന് പറയുന്നത്. അപ്പോ നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത് അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം, പൊതുവെ കണ്ടുവരുന്ന ഹോസ്പിറ്റൽ അക്വയർഡ്, മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസുകൾ ഏതൊക്കെയാണ്? യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ്, ഗ്യാസ്ട്രോ എൻറ്ററൈറ്റിസ്, മെനിഞ്ചൈറ്റിസ് ആൻഡ് ന്യൂമോണിയ. ഓക്കെ, അത് പഠിച്ചു വെക്കുക കേട്ടോ. അടുത്തത് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ദ സിംറ്റംസ് ആണ് കേട്ടോ. ദ സിംറ്റംസ് ഫോർ ദീസ് ഇൻഫെക്ഷൻസ് മേ കൺസിസ്റ്റ് ഓഫ്. ഇനി ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങള്, സിംറ്റംസുകള് എന്തൊക്കെയാണ്? എന്തൊക്കെ സിംറ്റംസുകൾ ഉണ്ടാവും? ഓക്കെ, ഡിസ്ചാർജ് ഫ്രം എ വൂണ്ട്, അതായത് മുറിവുകളിൽ നിന്നും ഉണ്ടാകുന്ന ഡിസ്ചാർജ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മുറിവിൽ നിന്നൊക്കെ പഴുപ്പ് വരാം അല്ലെ, അതൊക്കെ കാരണം ഡിസ്ചാർജ് ഫ്രം എ വൂണ്ട് അല്ലെ, മുറിവിൽ നിന്നുമൊക്കെ ഉണ്ടാകുന്ന ആ ഒരു ഡിസ്ചാർജ്. അതുപോലെ ഫീവർ, പനി അതിന്റെ ഒരു ലക്ഷണമാണ് പനി വരുന്നത്. പിന്നെന്താണ്? കഫ്, ഫീലിംഗ് ഓഫ് സഫോക്കേഷൻ, കഫ് അതായത് ചുമ അനുഭവപ്പെടുക, ഫീലിംഗ് ഓഫ് സഫോക്കേഷൻ. സഫോക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തൊരു ശ്വാസം മുട്ടല് പോലെ നമുക്ക് അനുഭവപ്പെടുക അല്ലെ. ഫീലിംഗ് ഓഫ് സഫോക്കേഷൻ, നമുക്കൊരു വല്ലാത്തൊരു വീർപ്പുമുട്ടല് അല്ലെ, ഒരു ശ്വാസം എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അല്ലെ, ആ ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ ബേണിംഗ് വിത്ത് യൂറിനേഷൻ ഓർ ഡിഫിക്കൽട്ടി ഇൻ യൂറിനേഷൻ, അതായത് യൂറിനേഷൻ ചെയ്യുന്ന സമയത്ത് മൂത്രം ഒഴിക്കുമ്പോൾ വരുന്ന ഒരു ബേണിംഗ് സെൻസേഷൻ, ഒരു പുകച്ചില് പോലെ അനുഭവപ്പെടുക. അതുപോലെ ഡിഫിക്കൽട്ടി ഇൻ യൂറിനേഷൻ, മൂത്രം ഒഴിക്കാൻ ബുദ്ധിമുട്ടുകൾ വരിക. ഓക്കെ, ഇതൊക്കെ അതിന്റെ ഭാഗമാണ്. അതുപോലെ ഹെഡ് ഏക്ക്, തലവേദന, പിന്നെന്താണ്? നോസിയ, വൊമിറ്റിംഗ്, ഡയറിയ ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് കേട്ടോ. നോസിയ അല്ലെ, നമുക്കൊരു ഓക്കാനം എന്നൊക്കെ പറയുന്നത്, നമുക്കൊരു വൊമിറ്റിംഗ് ടെൻഡൻസി അല്ലെ. അതുപോലെ വൊമിറ്റിംഗ് വരാം, ഛർദി വരാം,
ഡയേറിയ വരാം അല്ലെ, വയറിന് ലൂസ് മോഷൻ പോലെ സംഭവിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്, അതിന്റെയൊക്കെ ലക്ഷണമായിട്ട് വരുന്നതാണ് ഇത് ഡയേറിയ. ഇതൊക്കെയാണ് പൊതുവെ കണ്ടുവരുന്ന സിംറ്റംസുകൾ കേട്ടോ. പഠിച്ചു വെക്കണം കേട്ടോ. സിംറ്റംസ് എന്തൊക്കെയാണ്? ഡിസ്ചാർജ് ഫ്രം എ വൂണ്ട്, ഫീവർ, കഫ്, ഫീലിംഗ് ഓഫ് സഫോക്കേഷൻ, നോസിയ എന്ന് പറഞ്ഞാൽ ഒക്കാനം കേട്ടോ. ഒക്കാനിക്കാം, വൊമിറ്റ് ചെയ്യാനുള്ള, ഛർദ്ദിക്കാനുള്ള ഒരു ടെൻഡൻസി ഇല്ലേ, അതിന് കേട്ടോ. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്? പീപ്പിൾ ഹു എക്സ്പീരിയൻസ് ന്യൂ സിംറ്റംസ് ഇൻ ദ കോഴ്സ് the same way also experience pain and irritation under infection site. ഇതിപ്പോ നമ്മൾ പൊതുവെ കണ്ടുവരുന്ന സിംറ്റംസുകളാണ് പറഞ്ഞത്. അതിനു പുറമെ പലപ്പോഴും എന്താണ് പുതിയ പുതിയ സിംറ്റംസുകളും ആളുകൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. അവർ പറയുന്നത് ഇത്തരം ഇൻഫെക്ഷൻ സൈറ്റുകളിൽ ഉണ്ടാകുന്ന പെയിൻ അല്ലെങ്കിൽ ഇറിറ്റേഷൻ, അതും എന്താണ് പൊതുവെ കണ്ടുവരുന്ന സിംറ്റംസ് ആണ്. ഇപ്പൊ സർജറി കഴിഞ്ഞ ഭാഗത്ത് വല്ലാത്തൊരു പെയിൻ അനുഭവപ്പെടുക, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും അസ്വസ്ഥത അനുഭവപ്പെടുക, ഇതൊക്കെ പൊതുവെ എന്താണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസിന്റെ സിംറ്റംസ് ആണ് കേട്ടോ. മെനി വിൽ എക്സ്പീരിയൻസ് നോട്ടീസബിൾ സിംറ്റംസ്. ഇനി ചില ആളുകളിൽ വളരെ നോട്ടീസബിൾ ആയിട്ടുള്ള സിംറ്റംസുകളും എന്ത് ചെയ്യാറുണ്ട്, എക്സ്പീരിയൻസ് ചെയ്യാം. ചിലതൊക്കെ വളരെ ചെറിയ രീതിയിലുള്ള സിംറ്റംസുകളാണ്, പക്ഷെ ചില രോഗികളിൽ എങ്കിലും വളരെ സിവിയർ ആയിട്ടുള്ള, വളരെ നോട്ടീസബിൾ ആകുന്ന രീതിയിലുള്ള സിംറ്റംസുകളും എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും ഭാഗങ്ങളൊക്കെ ആണോ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ, കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് നിങ്ങൾ മനസ്സിലാക്കൂ. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സോഴ്സസ് ആണ് കേട്ടോ. ഓക്കെ, സോഴ്സസ് ഓഫ് ഇൻഫെക്ഷൻ ഇൻ ദ ഹോസ്പിറ്റൽ. നമ്മൾ പറഞ്ഞു സാധാരണ വരാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ ചില സിറ്റുവേഷനിൽ ഇവിടെ നിന്നാണ് ഈ ഒരു ഇൻഫെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പോലും ചിലപ്പോൾ നമുക്ക് കണ്ടെത്താൻ പറ്റില്ല എന്ന് പറയും. എങ്കിലും പൊതുവെ ഉണ്ടാകുന്ന സോഴ്സുകൾ ഏതൊക്കെയാണ് കേട്ടോ? സോഴ്സസ് ഓഫ് ഇൻഫെക്ഷൻ ഇൻ ദ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലില് ഈ പറയുന്ന ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ള സോഴ്സസുകൾ, ഉറവിടങ്ങള് ഏതൊക്കെയാണ്? അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതെല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് പോയിന്റുകളായിട്ട് തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാ പോയിന്റുകളും നിങ്ങൾ മനസ്സിലുണ്ടാവണം കേട്ടോ. അപ്പൊ നോക്കാം എന്തൊക്കെയാണ് നോക്കിയേ. ആ പിക്ചർ ഒന്ന് ശ്രദ്ധിക്കുക. ഇത് ഈ പറയുന്ന ഡിഫറെന്റ് സോഴ്സസ് ആണ് ഈ പറയുന്നത് കേട്ടോ. ഡിഫറെന്റ് സോഴ്സസ് ഓഫ് ഇൻഫെക്ഷൻ ഒരു ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റിന് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ വരുന്നത് അതർ പേഷ്യൻസ്. ശരിയല്ലേ? മറ്റുള്ള രോഗികളിൽ നിന്നും ഇൻഫെക്ഷൻ ഉണ്ടാവാം അല്ലെ? അതർ പേഷ്യൻസ്, മറ്റുള്ള രോഗികളിൽ നിന്നും അതൊരു സോഴ്സ് ആണ് അല്ലെ? അവരിൽ നിന്നും എന്തുണ്ടാവാം? അണുബാധ ഏൽക്കാം അല്ലെ, പകരാം. പിന്നെ മറ്റൊരു ചാൻസ് എന്താണ്? വിസിറ്റേഴ്സ് അല്ലെ? വിസിറ്റേഴ്സിൽ നിന്ന് വരാം. നമ്മുടെ ഒരു നാട്ടിലെ ഒരു പൊതുവെയുള്ള ഒരു രീതിയാണ് അല്ലെ? ഇപ്പൊ നമ്മുടെ ആരെങ്കിലൊക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കിടന്നു കഴിഞ്ഞാല് എന്ത് ചെയ്യും? പോയി കാണും അല്ലെ? അവരൊക്കെ ഒരു ഹോസ്പിറ്റലിൽ പോയി കാണുന്ന ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ? പൊതുവെ നമ്മുടെ നാട്ടിലൊരു ഏർപ്പാട് അങ്ങനെയാണ് അല്ലെ? അപ്പോ ഈ പറയുന്ന വിസിറ്റേഴ്സിൽ നിന്നും എന്ത് സംഭവിക്കാം? ഇത്തരം ഇൻഫെക്ഷൻസുകൾ ഉണ്ടാകാം. ഓക്കെ, പിന്നെ എന്താണ് പറയുന്നത്? ഹോസ്പിറ്റൽ പേഴ്സൺസ്, ദാറ്റ് മീൻസ് ഹോസ്പിറ്റൽ സ്റ്റാഫുകളിൽ നിന്നുണ്ടാകാം അല്ലെ? നമുക്കറിയാം ഡോക്ടേഴ്സ്, നഴ്സസ് എന്ന് പറയുന്ന എത്രയോ ആളുകൾ, എത്രയോ പേഷ്യൻസുകളുമായിട്ട് അവരെ ഹാൻഡിൽ ചെയ്തു പോകുന്ന ആളുകളാണ് അല്ലെ? അപ്പൊ അവർക്കും അവരിൽ നിന്നും ഈ പറയുന്ന ഇൻഫെക്ഷൻസ് ഉണ്ടാകാം അല്ലെ? ഹോസ്പിറ്റൽ പേഴ്സൺസ് അഥവാ ഹോസ്പിറ്റൽ സ്റ്റാഫുകളിൽ നിന്നും ഉണ്ടാക്കാം. പിന്നെ അടുത്തത് എന്താണ്? സർജിക്കൽ പ്രൊസീജിയേഴ്സ്. എന്താണ്?
സർജിക്കൽ പ്രൊസീജിയറുകളിലൂടെ ഉണ്ടാകാം. നമുക്കറിയാലോ സർജറിയുടെ ഭാഗമായിട്ടൊക്കെ നമുക്കറിയാം ഓപ്പൺ സർജറികളുണ്ട്, അല്ലാത്ത സർജറികളുണ്ട്. ഈ സർജറികൾ ചെയ്യുന്ന സമയത്ത് പൊതുവെ ട്യൂബുകള്, കത്തീറ്ററുകള് ഇതൊക്കെ നമ്മുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ പുറത്തു നിന്നുള്ള അണുക്കള് ഇത്തരം കുഴലുകളിലൂടെയും മറ്റു ട്യൂബുകളിലൂടെയും ഒക്കെ നമ്മുടെ ശരീരത്തിനകത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രവേശിക്കുന്നുണ്ട്. സോ സർജിക്കൽ പ്രൊസീജിയേഴ്സ്. പിന്നെ അടുത്തൊരു സോഴ്സ് ആണ് എന്ത്, എയർ. നമ്മുടെ വായുവിൽ നിന്നും ഉണ്ടാക്കാം അല്ലെ. വായുവിൽ നിന്ന് ഇഷ്ടംപോലെ രോഗാണുക്കള്, നമുക്ക് കാണാൻ കഴിയാത്ത എത്രയോ രോഗാണുക്കൾ നമ്മുടെ വായുവിലുണ്ട് അല്ലെ. അതിൽ നിന്നും എന്തുണ്ടാകാം, ഇൻഫെക്ഷൻസ് ഉണ്ടാകാം. അതുപോലെ തന്നെ വാട്ടർ ഓർ ഫുഡ് അല്ലെ, ഭക്ഷണം, വെള്ളം അല്ലെ, പ്രത്യേകിച്ച് മലിനമാക്കപ്പെട്ടിട്ടുള്ള ഭക്ഷണങ്ങള്, വെള്ളം, ഇവയിൽ നിന്നുമൊക്കെ ഇൻഫെക്ഷൻസ് ഉണ്ടാകാം. അടുത്ത് ഒന്ന് ശ്രദ്ധിക്കാം, പേഷ്യൻസ് എന്നാണ് കേട്ടോ. PTS എന്ന് എഴുതിയേക്കുന്ന ഷോർട്ടാക്കി എഴുതിയേക്കുന്നതാണ്, പേഷ്യന്റ് എന്ന് വായിക്കുക കേട്ടോ. ഓക്കെ, ദ പേഷ്യൻസ് നോർമൽ ഫ്ലോറ. എന്താ ഉദ്ദേശിക്കുന്നത്, പേഷ്യൻസ് നോർമൽ ഫ്ലോറ എന്ന് പറഞ്ഞാല് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, കളക്ഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ദാറ്റ് ലീവ് ഇൻസൈഡ് എ ഹെൽത്തി പേഴ്സൺ. അതായത് നമ്മുടെ ശരീരത്തിനകത്ത് തന്നെ, ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള ഏതൊരു വ്യക്തിയുടെയും ശരീരത്തിനകത്ത് ജീവിക്കുന്ന ഒരു കൂട്ടം രോഗാണുക്കൾ, സൂക്ഷ്മ രോഗാണുക്കള്, സൂക്ഷ്മാണുക്കള്, അതിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് പേഷ്യൻസ് നോർമൽ ഫ്ലോറ. ഓക്കെ, പേഷ്യൻസ് നോർമൽ ഫ്ലോറ എന്ന് പറഞ്ഞാൽ കേൾക്കാൻ, ശ്രദ്ധിച്ച് കേൾക്കുക. എന്താണ്, നമ്മുടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ ശരീരത്തിനകത്ത് തന്നെ വസിക്കുന്ന സൂക്ഷ്മാണുക്കൾ മൂലവും ഈ പറയുന്ന ഇൻഫെക്ഷൻ ഉണ്ടാകാം. ഇറ്റ് ഇസ് ദ കളക്ഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ദാറ്റ് ലീവ് ഇൻസൈഡ് ദ ബോഡി ഓഫ് എ ഹെൽത്തി പേഴ്സൺ അല്ലെ. ഒരു ആരോഗ്യവാനായിട്ടുള്ള ഒരാളുടെ ശരീരത്തിനകത്ത് വസിക്കുന്ന സൂക്ഷ്മാണുക്കൾ, അതിൽ മൂലം ഇൻഫെക്ഷൻ. അതാണ് അവിടെ പേഷ്യൻസ് നോർമൽ ഫ്ലോറ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്തതാണ് എന്ത്, ഫോമൈറ്റ് കണ്ടാമിനേഷൻ. എന്താണ് ഫോമൈറ്റ് കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാല്, ഈ അണുബാധ അല്ലെങ്കിൽ ഈ പറയുന്ന അണുക്കളെ വഹിക്കാൻ സാധ്യതയുള്ള നിർജീവമായിട്ടുള്ള വസ്തുക്കൾ, അതിനെയാണ് നമ്മൾ ഫോമൈറ്റ് കണ്ടാമിനേഷൻ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകള് അല്ലെങ്കിൽ ബെഡ് ലിനൻസ്, ഇതൊക്കെ നമ്മൾ എന്തിനകത്ത് പെടുത്തുന്നത്, ഫോമൈറ്റ് കണ്ടാമിനേഷൻ ആണ്. അതായത് അണുബാധകളെ വഹിക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ, നിർജീവമായിട്ടുള്ള വസ്തുക്കൾ കേട്ടോ, ജീവനുള്ളതല്ല. ഇപ്പൊ ഈ പറയുന്ന പേഷ്യൻസുകള് അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ കൈകാര്യം ചെയ്യുന്ന പാത്രങ്ങളാവാം, തുണിത്തരങ്ങളായിരിക്കാം, എക്യുപ്മെന്റ്സുകളായിരിക്കാം. ഓക്കെ, അങ്ങനെ ഈ പറയുന്ന അണുക്കൾ ഇരിക്കാൻ, അതിന് അണുബാധ വഹിക്കാൻ സാധ്യതയുള്ള നിർജീവമായിട്ടുള്ള വസ്തുക്കളെയാണ് അവിടെ ഫോമൈറ്റ് കണ്ടാമിനേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്തൊക്കെയാണ്, ഡിവൈസസ്, ഡ്രെയിൻസ് ആൻഡ് കത്തീറ്റേഴ്സ്. ഡ്രെയിൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, അതൊരു ട്യൂബാണ്. ദാറ്റ് ഈസ് യൂസ്ഡ് ടു എന്തിനു വേണ്ടിയിട്ടാണ്, ഈ പറയുന്ന ബ്ലഡ്, മറ്റുള്ള ബോഡി എന്താ പറയാ സെക്രീഷൻസുകളൊക്കെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് എന്ത്, ഈ പറയുന്ന ഡ്രെയിൻസ് എന്ന് പറഞ്ഞ ട്യൂബ്സുകൾ തന്നെയാണ് കേട്ടോ. ഓക്കെ, ദ ട്യൂബ്സ് ഓർ ഡിവൈസസ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു റിമൂവ് ദ ബോഡി ഫ്ലൂയിഡ്സ്, പസ്, ബ്ലഡ്, ഇതൊക്കെ നമ്മൾ വലിച്ചെടുക്കാനും മറ്റൊക്കെ ഉപയോഗിക്കുന്ന ട്യൂബുകളാണ്. അതുപോലെ തന്നെയാണ് കത്തീറ്റർ. കത്തീറ്ററിന്റെ പർപ്പസ് അത് തന്നെയാണ് അല്ലെ, കത്തീറ്ററുകൾ ഘടിപ്പിക്കുക ശരീരത്തിനകത്തേക്ക്. അപ്പൊ ഇങ്ങനെയുള്ള ട്യൂബുകളിലൂടെ, ഡിവൈസസുകളിലൂടെയും എന്തുണ്ടാവാം, ഇൻഫെക്ഷൻസ് ഉണ്ടാവാം. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ആ സോഴ്സുകൾ പഠിച്ചു വെക്കാം. ഏതൊക്കെയാണ്, അതർ പേഷ്യൻസ്, വിസിറ്റേഴ്സ്, ഹോസ്പിറ്റൽ പേഴ്സൺസ്, സർജിക്കൽ പ്രൊസീജിയേഴ്സ്, എയർ, വാട്ടർ ഓർ ഫുഡ്, പേഷ്യൻസ് നോർമൽ ഫ്ലോറ, ഫോമൈറ്റ് കണ്ടാമിനേഷൻ, ഡിവൈസസ്, ഡ്രെയിൻസ് ആൻഡ് catheter. Okay, clear ആണോ? ഓക്കെ ആണോ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി. അവിടെ നിങ്ങൾക്ക് ഡൗട്ട് വരുന്നത് ഈ മൂന്നല്ല, ഈ 2 പോയിന്റ് ആയിരിക്കും കേട്ടോ. പേഷ്യൻസ് നോർമൽ ഫ്ലോറയും ഫോമൈറ്റ് കണ്ടാമിനേഷൻ ആക്കരുത് കേട്ടോ. പേഷ്യൻസ് നോർമൽ ഫ്ലോറ എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിനകത്ത് തന്നെ വസിക്കുന്ന എൻഡോജനസ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത്തരം വസിക്കുന്ന സൂക്ഷ്മാണുക്കൾ മൂലം ഉണ്ടാകാം. ഫോമൈറ്റ് കണ്ടാമിനേഷൻ എന്ന് പറയുമ്പോൾ
അണുക്കള വഹിക്കാൻ സാധ്യതയുള്ള നമ്മളൊക്കെ ഇടപെടുന്ന നമ്മളൊക്കെ എടുത്തു പെരുമാറുന്ന നിർജീവമായിട്ടുള്ള ഇഷ്ടംപോലെ വസ്തുക്കളുണ്ട് അല്ലെ. നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളാവാം, നമ്മൾ തൊടുന്ന സാധനങ്ങളായിരിക്കാം, പാത്രങ്ങളായിരിക്കാം അല്ലെ, യുട്ടൻസിൽസ് അല്ലെ, ഇങ്ങനെയുള്ള വസ്തുക്കളാവാം. ഇതിലൂടെയൊക്കെ എന്ത് സംഭവിക്കാം, നമ്മള് ടച്ച് വരുന്ന എല്ലാ ഭാഗങ്ങളും അല്ലെ, നിർജീവമായിട്ടുള്ള ഏത് വസ്തുക്കളിൽ നിന്ന് വരെ ഈ പറയുന്ന ഇൻഫെക്ഷൻ നമുക്കറിയാം. എന്തായാലും നമ്മൾ കോവിഡ് ഒക്കെ ഫേസ് ചെയ്തിട്ടുള്ള ആളുകളാണ് അല്ലെ. നമ്മൾ തൊടുമ്പോഴും അവിടെ എവിടെയൊക്കെ തൊടുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു, സാനിറ്റൈസർ ഒക്കെ ഉപയോഗിച്ച് എപ്പോഴും കൈ റബ്ബ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അല്ലെ. അത്രയും നമ്മൾ കെയർ ചെയ്തിരുന്നു അല്ലെ. അതൊക്കെ എന്താണ്, ഹോംമേഡ് കണ്ടാമിനേഷൻ ആണ് അല്ലെ. നിർജീവമായിട്ടുള്ള വസ്തുക്കളിൽ നിന്ന് വരെ അണുബാധകൾ ഉണ്ടാകാം. ഓക്കെ, അടുത്തത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് who is at risk for the nosocomial infections കേട്ടോ. who is at the risk for the nosocomial infections. നോസോകോമിയൽ ഇൻഫെക്ഷൻസിന് ഏറ്റവും സാധ്യതയുള്ള റിസ്കി ആയിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്? ആർക്കൊക്കെയാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻസ് വരാനുള്ള ഒരു റിസ്ക് ചാൻസ് ഉള്ളത്? എങ്ങനെയുള്ള സാഹചര്യങ്ങളാണ്? അല്ലെങ്കിൽ ആളുകൾ മാത്രമല്ല, ഇങ്ങനെയുള്ള സാഹചര്യങ്ങള് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾക്കാണ് ഇത്തരത്തിലുള്ള ഒരു ഇൻഫെക്ഷൻ വരാനുള്ള ഒരു റിസ്ക് കൂടുതലുള്ളത് കേട്ടോ. ശ്രദ്ധിക്കുക. ദോസ് ഹു ആർ അഡ്മിറ്റഡ് ടു എ ഹെൽത്ത് കെയർ ഫെസിലിറ്റി ആർ അറ്റ് എ റിസ്ക് ഫോർ കോൺട്രാക്ടിങ് AHA. അവിടെ ഇന്നത് പ്രത്യേകമായിട്ടൊന്നും സ്പെസിഫൈ ചെയ്യുന്നില്ല, എങ്കിലും പറയാണ് ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ അഡ്മിറ്റ് ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ഈ പറയുന്ന ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, എന്നിരുന്നാലും ഫോർ സം ബാക്ടീരിയ ദ റിസ്ക് മേ ആൾസോ ഡിപെൻഡ്. പക്ഷെ എങ്കിലും ചില പ്രത്യേകമായിട്ട് ചില കേസുകളില് ഇതിനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഏതൊക്കെയാണ് ആ സാഹചര്യങ്ങളും ആളുകൾ ഏതൊക്കെയാണുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഫസ്റ്റ് വൺ, പേഷ്യന്റ് ഹോസ്പിറ്റൽ റൂംമേറ്റ്. പേഷ്യന്റ് ഹോസ്പിറ്റൽ റൂംമേറ്റ്. ഇപ്പൊ ഒരു പേഷ്യന്റിന്റെ കൂടെ ബൈസ്റ്റാൻഡർ ആയിട്ട് നിൽക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. അയാൾക്ക് ഈ ഇൻഫെക്ഷൻ വരാനുള്ള റിസ്ക് മറ്റുള്ളവരെക്കാൾ കൂടുതലാണ് അല്ലെ. കാര്യം എന്താ, അയാൾ ഏത് സമയം പേഷ്യന്റുമായിട്ട് ഇടപെടി നിൽക്കുന്ന ആളാണ് അല്ലെ. ഇപ്പൊ പുറത്തുനിന്ന് വരുന്ന ആളുകളെക്കാൾ ഏറ്റവും കൂടുതൽ റിസ്ക് ആർക്കാണ്? പേഷ്യന്റിന്റെ റൂംമേറ്റിനാണ് അല്ലെ. അല്ലെങ്കിൽ അങ്ങനെയല്ലേ, ഇപ്പം നമ്മൾ ഒരുമിച്ച് ഒരു വീട്ടിലൊക്കെ താമസിക്കുകയാണെങ്കിൽ തന്നെ ഒരാൾക്ക് അല്ലെ ഒരു ചൊവയോ പനിയോ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും, നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും അത് വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. സോ അത്രയേ ഉള്ളൂ ദ പേഷ്യൻസ് ഹോസ്പിറ്റൽ റൂംമേറ്റ്. പിന്നെ അടുത്തൊരു ഫാക്ടർ പറയുന്നത് നോക്കിയേ, ഏജ്, വയസ്സ്. ഏജ് പെർട്ടിക്കുലർലി പ്രത്യേകം പറയുന്നുണ്ട്, ഇഫ് പേഷ്യന്റ് ഈസ് മോർ ദാൻ 70 years old. ഏജ് ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ ആയിട്ട് അവിടെ പറയുന്നുണ്ട്. ആർക്കും വേണമെങ്കിലും വരാം കേട്ടോ, പക്ഷെ റിസ്കി ആയിട്ടുള്ള ചില കണ്ടീഷൻ ആണ് അവിടെ പറയുന്നത്. വയസ്സ്, പ്രത്യേകിച്ചും 70 വയസ്സിനൊക്കെ പ്രായം കൂടുതലുള്ള പേഷ്യൻസ്. അതെന്തുകൊണ്ടായിരിക്കാം ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ നമുക്കറിയാം പ്രായം കൂടുതലുള്ള എന്ത് കുറയും? ഇമ്മ്യൂണിറ്റി കുറയും അല്ലെ, പ്രതിരോധം കുറയില്ലേ, ഹെൽത്ത് ഒരു ആരോഗ്യമൊക്കെ ക്ഷയിക്കും അല്ലെ. അപ്പൊ ഇമ്മ്യൂണിറ്റി കുറയുമ്പോഴും സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് അവർക്ക് കൂടുതലായിരിക്കും. നമ്മളെപ്പോഴും ഹെൽത്തി ആയിട്ട് ഇരിക്കുന്ന പോലെയല്ലോ. പ്രായം കൂടുതൽ എന്ത് സംഭവിക്കും? നമുക്ക് നമ്മളുടെ ആ ഒരു ഇമ്മ്യൂണിറ്റി പവർ എല്ലാം തന്നെ കുറയ്ക്കും. ഇല്ലല്ലോ, ഹരിതയുടെ പേര് വിളിച്ചില്ലല്ലോ. ഹരിതയ്ക്ക് അങ്ങനെ തോന്നിയേ? ഹരിതയുടെ പേരൊന്നും വിളിച്ചില്ലല്ലോ. അല്ല, പെട്ടെന്ന് പേര് വിളിക്കാൻ തോന്നിയാണ് ചോദിച്ചത് പറഞ്ഞപ്പോഴും. വിളിച്ചില്ല കേട്ടാ. ആശയം കേട്ടു, ആശയം കേട്ടു. ഞാൻ കേട്ടു പേര് പറഞ്ഞത് തോന്നിയത്. ചിലപ്പോ മാം ഹരിത വേറെ എന്തെങ്കിലും സെന്റൻസ് അങ്ങോട്ട് പറഞ്ഞായിരിക്കും. ഞാൻ ഹരിത എന്നാ കേട്ടത്. അപ്പൊ ഞാൻ കേട്ടു ഇനിയിപ്പോ ഹരിത എങ്ങനെ മ്യൂട്ട് ക്യാമറ എങ്ങനെ ഓണാക്കി വെച്ചേക്കുന്നോണ്ട് നോക്കി ഞാൻ ചെന്ന്. ഞാനിതാ പെട്ടെന്നൊക്കെ ചോദിച്ചത് വിളിച്ചോന്ന്. ഞങ്ങൾ എല്ലാരും കിട്ടും മിസ്. എല്ലാവർക്കും ഇപ്പൊ ഹരിത ഹരിത ഇടയ്ക്കൊക്കെ വിളിക്കണമല്ലേ? ഹരിതയുടെ പേര് മിക്കവരും ഇടയ്ക്ക് വിളിക്കാറുണ്ടല്ലോ, അപ്പൊ അത് മനസ്സിലുണ്ടാവും. ഞാൻ ഹരിതയുടെ പേര് വിളിച്ചിട്ടില്ല. ഓക്കെ, പിന്നെ നമ്മൾ ചില വാക്കുകൾ പറയുമ്പോഴേ നമുക്ക് ചില പേരുകളായിട്ട് ഒരു സിമിലാരിറ്റി ഫീൽ ചെയ്യും. പിന്നെ മനസ്സിൽ ഓൾറെഡി ഹരിതയ്ക്ക് അറിയാലോ, ഹരിതനെ മിക്കപ്പോഴും ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും വിളിക്കുന്നത് കൊണ്ടും ഹരിതയുടെ മനസ്സിൽ എന്റെ പേര് വിളിക്കും, അതുണ്ടാവും മനസ്സിൽ. പക്ഷെ ഞാൻ എന്റെ പേര് വിളിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ നോക്കാം, ഏജ് ആണ്
particularly if patient is more than 70 years old. വയസ്സ് ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. കാര്യം 70 വയസ്സിന് മുകളിലൊക്കെ പ്രായമുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ അവർക്ക് ഇമ്മ്യൂണിറ്റി വളരെ കുറവായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒരു ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? ഹൗ ലോങ് put in has been using antibiotics. അതാണ് how long put in has been using antibiotics. ശരിക്കും പറഞ്ഞ എന്താണ്? യൂസ് ഓഫ് ആന്റിബയോട്ടിക്സ്. ശരിക്കും നമ്മൾ ആന്റിബയോട്ടിക്സ് നമ്മൾ പൊതുവെ കഴിക്കുക ഒരു കോഴ്സ് പോലെ നമ്മൾ കഴിക്കാം. ശരിക്കും അനാവശ്യമായിട്ട് ആന്റിബയോട്ടിക്സ് എടുക്കാൻ തന്നെ പാടില്ല, ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യാൻ പാടില്ല. കാര്യം നമ്മൾ ഈ ആന്റിബയോട്ടിക്കുകൾ ചെല്ലുമ്പോൾ എന്തുണ്ടാവും അറിയാമോ? ആ സമയത്ത് അസുഖം മാറും, പക്ഷെ പിന്നീട് എന്തുണ്ടാവും അറിയാം? പിന്നീട് അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന തരത്തിലുള്ള എന്താ പറയാ സൂക്ഷ്മാണുക്കള് നമ്മുടെ ശരീരത്തിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മുടെ ശരീരത്തിന് തന്നെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനുണ്ട് അല്ലെ. പലപ്പോഴും നമ്മൾ ആ ഒരു കഴിവിനെയാണ് നമ്മുടെ ആന്റിബയോട്ടിക്സുകള് മറ്റുള്ള മെഡിസിൻസ് ഒക്കെ എടുത്ത് ആ ഒരു ശരീരത്തിന്റെ സ്വയം പ്രതിരോധ ശേഷിയെ നമ്മുടെ ശരീരം തടയുകയാണ് ചെയ്യുന്നത് അല്ലെ. ഓക്കെ, അപ്പോ പക്ഷെ ഇങ്ങനെ നാളെ അസുഖം വരുമ്പോൾ നമുക്ക് മരുന്നഴിക്കാതെ പറ്റില്ല അല്ലെ. അപ്പൊ ഇവിടെ ഓർക്കാട്ടോ യൂസ് ഓഫ് അതായത് ഇവര് പറയുന്നത് ആന്റിബയോട്ടിക്സ് എനിക്ക് വല്ലപ്പോഴും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ വളരെ ഭയങ്കരമായ രീതിയിൽ ആന്റിബയോട്ടിക്സിന്റെ യൂസേജ് കേട്ടോ അത് കൂടുതലാണെങ്കിൽ ലെങ്ത് ഓഫ് ആന്റിബയോട്ടിക്സ് യൂസ് അത് കൂടുതലാണെങ്കിലും ഈ പറയുന്ന ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. കാര്യം മനസ്സിലാക്കാം, ആന്റിബയോട്ടിക്സ് നമ്മൾ ഒരുപാട് കാലം ഉപയോഗിക്കുമ്പോൾ അതിനെയും കൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന സൂക്ഷ്മാണുക്കൾ ഉണ്ടാകും. മനസ്സിലായോ? ഒരു നമ്മള് ഡാർവിന്റെ ഒക്കെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് നിങ്ങൾ കേട്ടിട്ടില്ല. അതായത് നമ്മളൊരു മരുന്ന് കൊടുക്കുമ്പോൾ ആ സമയത്ത് അതിനെ നശിപ്പിക്കും, പക്ഷെ പിന്നത്തെ തവണ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗാണുക്കൾ അതിനെയും തടയാനായിട്ട് അതിനെയും എന്താണ് കടന്ന് പോകാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള അണുക്കളായിരിക്കും പിന്നീട് ഉണ്ടാവുക. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശക്തി അവിടെ കുറയുകയും നമുക്ക് ഇൻഫെക്ഷൻസ് വരാനുള്ള ഒരു ചാൻസ് അവിടെ കൂടെയാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി യൂസ് ഓഫ് ആന്റിബയോട്ടിക്സ് വളരെയധികം കൂടുതൽ കാലമൊക്കെ ഉപയോഗിക്കുമ്പോൾ കേട്ടോ. പിന്നെ എന്താണ് പറയുന്നത്? വെദർ ദ പേഷ്യന്റ് ഹാസ് എ യൂറിനറി കത്തീറ്റർ ഓർ നോട്ട്. whether the patient has a urinary catheter or not. അതുപോലെ ഈ ഒരു പേഷ്യന്റ് യൂറിനറി കത്തീറ്റർ ഘടിപ്പിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നതിനനുസരിച്ച്, കാരണം ഈ കത്തീറ്ററിലൂടെയൊക്കെ കത്തീറ്റർ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്തേക്ക് നമ്മൾ പ്രവേശിപ്പിക്കുന്ന ട്യൂബുകളാണ്. അപ്പൊ ഇതിലൂടെയൊക്കെ എന്തുണ്ടാവാം? അണുക്കൾ ഉണ്ടാവാം, അണുബാധ ഏൽക്കാനുള്ള ഒരു ചാൻസ് അവിടെ കൂടുതലാണ്. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? ലെങ്തി ICU സ്റ്റേസ്. അതായത് ICUവില് ഒരുപാട് നാളുകളോളം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഇൻഫെക്ഷൻ വരാനുള്ള ഒരു ചാൻസ് കൂടുതലാണ് കേട്ടോ. ലെങ്ത് ഓഫ് ICU സ്റ്റേസ്, അതായത് ഈ പറയുന്ന ഇന്റൻസീവ് കെയർ യൂണിറ്റുകൾക്ക് ഒരുപാട് കാലം നമ്മൾ സ്റ്റേ ചെയ്യുമ്പോഴും ഈ പറയുന്ന ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. കത്തീറ്റർ എന്ന് പറഞ്ഞാൽ ട്യൂബാണ് കേട്ടോ, ട്യൂബാണ്, ലോങ് ട്യൂബ്, കത്തീറ്റർ എന്നാണ് പറയുക കേട്ടോ. കത്തീറ്റർ ഇപ്പൊ നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻസ് ഒക്കെ സിവിയർ ആയിട്ട് വരുന്ന കേസിൽ എന്ത് സംഭവിക്കും? ചിലപ്പോഴൊക്കെ കത്തീറ്ററുകള് കയറ്റേണ്ടതായിട്ട് വരും. അതായത് യൂറിനേഷനൊക്കെ ബുദ്ധിമുട്ട് വരുന്ന സിറ്റുവേഷൻ ഒക്കെ വരും. അതുപോലെ ഡയാലിസിസ്, നമ്മൾ ഡയാലിസിസ് ഒക്കെ പഠിക്കും. അപ്പൊ ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന പേഷ്യൻസിലൊക്കെ നമ്മൾക്ക് കത്തീറ്ററിൽ ട്യൂബുകളൊക്കെ കയറ്റുന്ന കണ്ടിട്ടില്ലേ? അതാണ് ഉദ്ദേശിക്കുന്നത്. അതന്നെയാണ് കത്തീറ്റർ എന്ന് പറഞ്ഞ ലോങ് ട്യൂബ്. ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ വരുന്നത് whether the patient has been in a coma stage. കോമ സ്റ്റേജിലൊക്കെ ഇരിക്കുന്ന പേഷ്യൻസിനെ, അതായത് അവരുടെ അബോധാവസ്ഥയിൽ ഇരിക്കുന്ന പേഷ്യൻസ്, അങ്ങനെയുള്ള പേഷ്യൻസിന് ഈ ഒരു ഇൻഫെക്ഷനുള്ള റിസ്ക് വളരെയധികം കൂടുതലാണ്. ഓക്കെ, പിന്നെ വരുന്നത് എനി ട്രോമ. ട്രോമ എന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള പരിക്കുകളാണ് കേട്ടോ. ട്രോമ എന്ന് പറയുമ്പോൾ അറിയാലോ, പരിക്ക്, ആഘാതം എന്നൊക്കെയുള്ള ഒരു അർത്ഥമാണ്. ഏത് തരത്തിലുള്ള ട്രോമ അല്ലെ. ഇപ്പൊ ചിലവർക്ക് ഒരു ആക്സിഡന്റ് ഒക്കെ സംഭവിച്ച് ഭയങ്കര സിവിയർ ട്രോമ ഒക്കെയുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ, അവർക്ക് പരിക്കൊക്കെ സംഭവിച്ചിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് ഈ പറയുന്ന ഇൻഫെക്ഷൻ വരാനുള്ള റിസ്ക് കൂടുതലാണ്. അതുപോലെ തന്നെ ത്രെറ്റൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം. ത്രെറ്റൻഡ് എന്താണ്? ഡെലിവറി ടൈമിൽ ഈ ട്യൂബ് യൂസ് ചെയ്യുമോ? സാധാരണ നോർമൽ ഡെലിവറിക്കൊന്നും അങ്ങനെ ട്യൂബ് യൂസ് ചെയ്യാറില്ല. ഓക്കെ, പിന്നെ സിസേറിയന്റെ കാര്യം എനിക്ക് അത്ര അറിയില്ല. ഓക്കെ, പിന്നെ വരുന്നത് ത്രെറ്റൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം. ഓക്കെ, കത്തീറ്റർ ബാഗ്. ഓക്കെ, പിന്നെ വരുന്നത് അതെ കത്തീറ്റർ ബാഗ്.
ഓക്കെ. പിന്നെ എന്താണ് ത്രെറ്റൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം ട്ടോ. ത്രെറ്റൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം. ഇമ്മ്യൂൺ സിസ്റ്റത്തില് ഈ പറയുന്ന ത്രെറ്റൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുമ്പോൾ സി സെക്ഷനിൽ ഇടാറുണ്ട്. ഓക്കെ. അപ്പൊ നോക്കാം ത്രെറ്റൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം ട്ടോ. ദാറ്റ് മീൻസ് വളരെ വീക്ക് ആയിട്ടുള്ള ഇമ്മ്യൂൺ സിസ്റ്റം ഉള്ള പേഷ്യൻസിനും ഈ പറയുന്ന പോലെ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ് ട്ടോ. ഓക്കെ ആണോ? ഓക്കെ ഓക്കെ. ഹരിതയ്ക്ക് ചെയ്തായിരുന്നു. ഹരിതയുടെ സിസേറിയൻ ആയിരുന്നോ? ആണോ? സിസേറിയൻ സി സെക്ഷൻ ആണോ ചെയ്തത്? ഓക്കെ. അപ്പൊ അങ്ങനെയുണ്ടെങ്കിൽ നോർമൽ ആയിരുന്നു. ഓ ശരി. ഓക്കെ. അപ്പോ അതിനകത്തേക്ക് ഇത് ഓർത്ത് വെക്കാം കേട്ടോ. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. നോസോകോമിയൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവാനുള്ള റിസ്കി ആയിട്ടുള്ള സാഹചര്യങ്ങളും ആളുകളൊക്കെയാണ് നമ്മളവിടെ പറഞ്ഞത് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഒന്ന് പേഷ്യന്റ് ഹോസ്പിറ്റൽ റൂമേറ്റ്, പിന്നെ ഏജ്, then how long putting has been using antibiotics, whether the patient has a urinary catheter or not, lengthy ICU stays, whether the patient has been in a coma stage, പിന്നെ any trauma, threatened immune system അഥവാ weak immune system. threatened means എന്താണ്? ഇവിടെ അർത്ഥം വീക്ക് ആയിട്ടുള്ളത് കേട്ടോ. അതായത് വളരെ രോഗപ്രതിരോധ ശേഷിയൊക്കെ വളരെയധികം കുറവായിട്ടുള്ള ആളുകൾ കേട്ടോ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഒന്ന് വായിച്ചു നോക്കി. അത്രയും ഭാഗങ്ങളൊന്ന് വായിച്ചു നോക്കി. ഓക്കെ. അപ്പോ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്താണ്, അതിന്റെ സിംറ്റംസുകൾ നമ്മൾ പഠിച്ചു, പിന്നെ അതിന്റെ സോഴ്സസുകൾ നമ്മൾ കണ്ടു, എങ്ങനെയുള്ള ആളുകൾക്കാണ് അതിനൊരു റിസ്ക് ഉള്ളതെന്ന് നമ്മൾ പഠിച്ചു കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. പുതുതായിട്ടൊന്നും പഠിക്കണമൊന്നുമില്ല. നെക്സ്റ്റ് ആണ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. എന്താണ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ? ഏതൊക്കെ രീതിയിലാണ് ഈ പറയുന്ന അണുവ്യാപനം നടക്കുന്നത് അല്ലെ? രോഗാണുവ്യാപനം ഏതൊക്കെ രീതിയിലൂടെയാണ് നടക്കുന്നത് അല്ലെ? മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. അപ്പൊ പ്രധാനമായിട്ടും 5 മോഡ് ഓഫ് ട്രാൻസ്മിഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. 5 മോഡ് ഓഫ് ട്രാൻസ്മിഷൻസ് ഏതൊക്കെയാണെന്ന് അറിയോ? ഫസ്റ്റ് വൺ കോണ്ടാക്ട് ട്രാൻസ്മിഷൻ ആണ് കേട്ടോ. ഒന്നാമത്തെ എന്താണ്? കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. ഓക്കെ. അതിനകത്ത് തന്നെ 2 സബ് ഡിവിഷൻസ് ഉണ്ട്. ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്നുണ്ട്, ഇൻഡയറക്റ്റ് കോണ്ടാക്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ രണ്ടാമത്തത് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ ആണ് കേട്ടോ. എന്താണ് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ? ഡ്രോപ്ലെറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? അതായത് നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ അങ്ങനെയൊക്കെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തോട്ട് വരുന്ന ഈ പറയുന്ന എന്താണ് ഡ്രോപ്ലെറ്റ്സുകൾ അല്ലെ? ഇങ്ങനെ വരുന്ന സെക്രീഷൻസുകൾ അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത്തരം ഡ്രോപ്ലെറ്റ്സുകളിലൂടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട്. പിന്നെ വരുന്നത് എയർബോൺ ട്രാൻസ്മിഷൻ, വായുവിലൂടെ രോഗാണുക്കളുടെ സ്പ്രെഡിങ് നടക്കുന്നുണ്ട്. പിന്നെ വരുന്നത് കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ. അതെന്താന്ന് അവിടെ പറയുമ്പോൾ നമുക്ക് പറയാം കേട്ടോ. കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ. ആൻഡ് ഫിഫ്ത് വൺ വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ. 5 മോഡ് ഓഫ് ട്രാൻസ്മിഷൻസ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. 1 കോണ്ടാക്ട് ട്രാൻസ്മിഷൻ, 2 ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ, 3 എയർബോൺ ട്രാൻസ്മിഷൻ, 4 കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ,
5 വെക്ടർ ബോൺ ട്രാൻസ്മിഷൻസ്. ഓക്കെ, ഓരോന്ന് എന്താന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ വരുന്നത് കോണ്ടാക്ട് ഓർ ഹാൻഡ് ഓൺ, എന്താണ് ഹാൻഡ് ഓൺ ട്രാൻസ്മിഷൻ. ഹാൻഡ് ഓൺ എന്നല്ല, ഹാൻഡ് ബോൺ ആണ് കേട്ടോ, BORNE ബോൺ. ഓക്കെ, അതായത് കോണ്ടാക്റ്റിലൂടെ ഉണ്ടാകുന്ന ട്രാൻസ്മിഷൻ ആണ് കേട്ടോ. അതിൽ ഒരു ചോദ്യം കൂടെ കിടക്കുന്നുണ്ട്. ഇറ്റ് ഇസ് ദ മോസ്റ്റ് കോമൺ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. നമ്മൾ ഈ 5 മോഡ് പഠിക്കുന്നതില് ഏറ്റവും മോസ്റ്റ് കോമൺ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? ഏതാണ് എന്റെ ഉത്തരം? കോണ്ടാക്ട് ട്രാൻസ്മിഷൻ ആണ് കേട്ടോ. അത് സ്പർശനത്തിലൂടെ, കോണ്ടാക്റ്റിലൂടെ വരുന്നതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളൊരു ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം. അതിൽ തന്നെ 2 എണ്ണം ഉണ്ട് അല്ലെ. ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ ഉണ്ട്, ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷനും ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ ആണ്. നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ അല്ലെങ്കിൽ നേരിട്ടുള്ള ഒരു കോണ്ടാക്റ്റിലൂടെ എന്ത് ചെയ്യപ്പെടും? ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട് അല്ലെ. നോക്കാം. This consists of a direct surface to body surface contact and physical shifting of microorganisms between a host and an infected or colonized, such as when a person turns a patient, gives a bath, or does other patient care jobs that need the direct personal contact. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. അതായത് നമ്മൾ ഈ രോഗിയുമായിട്ട് നേരിട്ടുള്ള ഒരു ബോഡി ടച്ച് വരികയാണ്, ഒരു ബോഡി കോണ്ടാക്ട് വരുന്നത് മൂലം എന്ത് സംഭവിക്കുകയാണ്? മൈക്രോ ഓർഗാനിസംസ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുകയാണ്. അതാണ് എന്ത്? ഡയറക്റ്റ് കോണ്ടാക്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. കണ്ടോ? ഇറ്റ് ഇസ് ദ ഡയറക്റ്റ് സർഫസ് ടു ബോഡി സർഫസ്. അതായത് ഡയറക്റ്റ് ബോഡി സർഫസുമായിട്ട് കോണ്ടാക്ട് വരുന്നത് മൂലം രോഗാണുക്കളുടെ വ്യാപനം നടക്കുന്നതിനെയാണ് നമ്മൾ ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഈ പറയുന്ന ഹോസ്റ്റിനും ഇൻഫെക്റ്റഡ് പേഴ്സണും ഇടയിലായിട്ട് എന്ത് ചെയ്യാണ്? അണുവ്യാപനം നടക്കുകയാണ്. ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഹോസ്റ്റ് ആതിഥേയനാണ്. അതായത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺ, അതെ, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺ എന്ന് വെച്ചാൽ ഓൾറെഡി രോഗമുള്ള വ്യക്തിയാണ്. അവരിൽ നിന്നും ആരുടെ ശരീരത്തിലേക്കാണോ ആ ഒരു രോഗാണു പ്രവേശിക്കുന്നത് അവരെയാണ് നമ്മൾ ഹോസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ആരുടെ ബോഡിയിലോട്ടാണ് ആ ഒരു രോഗാണു പ്രവേശിക്കുന്നത് അവരെയാണ് നമ്മൾ ഹോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന ഹോസ്റ്റിനും ഇൻഫെക്റ്റഡ് പേഴ്സണും ഇടയിലായിട്ട് മൈക്രോ ഓർഗാനിസംസ് ഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെ എന്ത് ചെയ്യപ്പെടുകയാണ്? ഷിഫ്റ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പൊ ഈ ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ when a person turns a patient, ഇപ്പൊ പേഷ്യന്റിന്റെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി, ഇപ്പൊ പേഷ്യന്റിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തി, ഇപ്പൊ പേഷ്യന്റിനെ ശുശ്രൂഷിക്കുന്ന വ്യക്തി നേരിട്ട് പേഷ്യന്റുമായിട്ട് എന്ത് വരുന്നുണ്ട്? ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്നുണ്ട് അല്ലെ. അതുപോലെ ഗീവ്സ് എ ബാത്ത്, അവരെ കുളിപ്പിക്കുക, അവർക്ക് ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ പ്രാഥമിക കാര്യങ്ങൾക്ക് വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യുക അല്ലെ. അതുപോലെ തന്നെ അതർ പേഷ്യന്റ് കെയർ ജോബ്സ് ദാറ്റ് നീഡ് ഡയറക്റ്റ് പേഴ്സണൽ കോണ്ടാക്ട് കേട്ടോ. ഡയറക്റ്റ് പേഴ്സണൽ കോണ്ടാക്ട് വരുന്ന ഏത് ഈ പറയുന്ന ജോലികളിലൂടെയും എന്ത് സംഭവിക്കാം? ഈ പറയുന്ന അണുവ്യാപനം വരാം. ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആരുടെ ശരീരത്തിലേക്കാണോ രോഗാണു പ്രവേശിക്കുന്നത് അതിനെയാണ് ഹോസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് രോഗിയായിട്ടുള്ള ഒരാളിൽ നിന്ന് വേറൊരാളുടെ ശരീരത്തിലേക്ക് രോഗാണു പ്രവേശിക്കില്ലേ? ആ രോഗാണു പ്രവേശിക്കുന്ന വ്യക്തിയാണ്, അതിനെയാണ് ഹോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലോ? അപ്പൊ ഡയറക്റ്റ് കോണ്ടാക്ട് മനസ്സിലായല്ലോ. നേരിട്ടുള്ള സമ്പർക്കം കൊണ്ടാണ് വരുന്നത്. രോഗിയുമായിട്ട് നമ്മൾ നേരിട്ട് എന്ത് ചെയ്യുന്നു? ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്നത് മൂലം അണുവ്യാപനം നടക്കുന്നു. അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്തത് എന്താണ്? ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ പ്രത്യേകത? അവിടെ നേരിട്ട് നമുക്ക് രോഗിയുമായിട്ട് ബോഡി ടച്ചോ ബോഡി കോണ്ടാക്റ്റോ വരുന്നില്ല. പകരം എങ്ങനെയായിരിക്കും? രോഗി ഉപയോഗിച്ച വസ്തുക്കള്, ആ വസ്തുക്കളിലൂടെ മറ്റൊരാളിലേക്ക് എന്തുണ്ടാവാം? രോഗാണു പ്രവേശിക്കാം. അത് എന്ന് പറഞ്ഞാല് അവർക്കിടയിൽ എന്തുണ്ട്? ഒരു ഇന്റർമീഡിയറ്റ് ഉണ്ടാവുന്നുണ്ട്. അതാണ് എന്ത്? ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. ഓക്കെ, അപ്പൊ നോക്കാം. ദിസ് കൺസിസ്റ്റ് ഓഫ് കോണ്ടാക്ട് ഓഫ് എ സസെപ്റ്റബിൾ ഹോസ്റ്റ് വിത്ത് എ tainted intermediate object like contaminated instruments, needles or dressings or അതെ, നേരിട്ട് സമ്പർക്കം, രോഗിയുമായിട്ട് നേരിട്ട് സമ്പർക്കം വരുന്നില്ല. പക്ഷെ രോഗി ഉപയോഗിച്ച വസ്തുക്കള് അല്ലെ, അത് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? അതേ അണുക്കൾ നമ്മുടെ ശരീരത്തിലോട്ട് പ്രവേശിക്കും.
പക്ഷെ രോഗിയായിട്ട് നമ്മൾ ഡയറക്റ്റ് കോൺടാക്ട് വരുന്നുണ്ടോ? ഇല്ല. രോഗി ഉപയോഗിച്ച വസ്തുക്കളിലൂടെ ആവാം അല്ലെ, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സുകള് അല്ലെങ്കിൽ നീഡിൽസുകള്, ഡ്രസ്സിങ്സ്, പിന്നെന്താണ് ടൈൻറ്റഡ് ഗ്ലൗസുകള്, അപ്പൊ അവർ ഉപയോഗിച്ചിട്ടുള്ളത് ഗ്ലൗസുകളോ കാര്യങ്ങളോ അല്ലെ, അതൊക്കെ നമ്മൾ എടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ that are not changed between patients, tainted surfaces by needles, dried blood that transmits hepatitis B or C. കണ്ടോ? അതായത് ശരിക്കും പറഞ്ഞ ഇത്രയേ ഉള്ളൂ. രോഗി ഉപയോഗിക്കുന്ന ഈ പറയുന്ന ഒബ്ജക്റ്റുകളിലൂടെ, ഇന്റർമീഡിയറ്റ് ഒബ്ജക്റ്റുകളിലൂടെ, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സുകളാവാം, നീഡിൽസ് ആവാം, ഡ്രസ്സിങ്സ് ആവാം, ഗ്ലൗസുകളായിരിക്കാം, ഇവയിൽ നിന്നുമൊക്കെ ഈ പറയുന്ന ഇൻഫെക്ഷൻസ് എന്ത് ചെയ്യപ്പെടാം? ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടാം. ഓക്കെ, ഇതാണ് അവിടെ പറയുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബി ഓർ സി അല്ലെ, ഇതൊക്കെ എന്താണ്? ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ് കേട്ടോ. ഇതൊക്കെ എന്താണ്? ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത്രയും കണ്ടു കേട്ടോ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അറിയാം. ഇതിന്റെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മിസ്. താങ്ക് യു മാം. താങ്ക് യു മാം.